നമ്മൾ സടകുടഞ്ഞ് എഴുന്നേക്കേണ്ട സമയമായിരിക്കുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ വൈകി എന്ന് തന്നെ പറയാം. കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചൂട് ഉയരുകയാണ്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇനി വെറും ഒരു മത്സരം അല്ല, ഒരു ശക്തമായ പൊളിറ്റിക്കൽ ബാറ്റിലാണ്. ചക്ക തന്നെയല്ലേ താമര, താമര തന്നെയല്ലേ ചക്ക. ഇവിടെ ചോദ്യം ഒരു കാര്യമല്ല, ആരാണ് ജയിക്കുക എന്നതല്ല, ആരാണ് കേരളത്തിന്റെ ഭാവി ഡിഫൈൻ ചെയ്യുന്നത് എന്നതാണ് പ്രധാന ചോദ്യം. എന്താ കുഴപ്പം? RDPയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഒച്ചയും ബഹളവും ഇപ്പൊ ഉണ്ടാക്കിയേ പറ്റൂ. ഒരു വശത്ത് LDF, അവർ പറയുന്നത് വ്യക്തമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ വികസനവും സാമൂഹ്യ ക്ഷേമ പദ്ധതികളും ശക്തമായി നടപ്പാക്കി. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു, അതിന്റെ തുടർച്ച വേണമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ മറുവശത്ത് ഉയരുന്ന വിമർശനങ്ങളും ശക്തമാണ്. സാമ്പത്തിക സമ്മർദ്ദം, ജോലി അവസരങ്ങളുടെ കുറവ്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്ലോ ഡൗൺ, ഇതെല്ലാം വലിയ ചർച്ചകളാണ്. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. മറ്റൊരു വശത്ത് കോൺഗ്രസ് നയിക്കുന്ന UDF, അവർ പറയുന്നത് മാറ്റം അനിവാര്യമാണ്. പുതിയ ദിശ, പുതിയ ഭരണശൈലി, പുതിയ സമീപനം വേണമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവർക്കുള്ള ചാലഞ്ച് എന്താണെന്ന് നോക്കിയാൽ ഇന്റേണൽ കോർഡിനേഷൻ, ക്ലിയർ ലീഡർഷിപ്പ് ഇമേജ്, കൺസിസ്റ്റന്റ് പോളിസി മെസ്സേജ്, ഇവയാണ് ഏറ്റവും വലിയ ചോദ്യം. ഇതിനിടയിൽ BJP, അവർ കേരളത്തിൽ ശക്തമായി വളരാൻ ശ്രമിക്കുന്നു. ദേശീയ തലത്തിലുള്ള ഇൻഫ്ലുവൻസ്, ഓർഗനൈസേഷണൽ സ്ട്രെങ്ത്, യൂത്ത് ഔട്ട്റീച്ച് എല്ലാം ഉപയോഗിച്ച് ഒരു പുതിയ പൊളിറ്റിക്കൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അവർ. പക്ഷേ കേരളത്തിലെ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ അത് സീറ്റ്സായി കൺവേർട്ട് ചെയ്യുക എന്നത് ഇപ്പോഴും വലിയ ചലഞ്ചാണ്. ചക്ക ഇനിയിപ്പോ തുറന്നു നോക്കിയാ താമര പോലെയല്ലേ ഇരിക്കുക. ഇപ്പോൾ കേരളത്തിലുള്ള റിയൽ സിറ്റുവേഷൻ ഇതാണ്. 3 പാർട്ടീസ്, 3 ഡയറക്ഷൻ. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഒരേ കൺഫ്യൂഷൻ തന്നെയാണ്. മനസ്സിലായില്ല, ആരെയാണ് വിശ്വസിക്കേണ്ടത്, ആർക്കാണ് വോട്ട് ചെയ്യുക, ആരാണ് അടുത്ത 5 വർഷം ഡിഫൈൻ ചെയ്യുന്നത് എന്ന്. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചോദ്യം നിങ്ങളോടാണ്. വികസനം കണ്ടിന്യൂ ചെയ്യണോ, അതോ ചേഞ്ച് വേണോ, അല്ലെങ്കിൽ ഒരു പുതിയ പൊളിറ്റിക്കൽ സർപ്രൈസ് വരുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റിൽ പറയൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഫോളോ ചെയ്യൂ. നന്ദി. അപ്പോ 4-ാം തീയതി നമ്മൾ ആഞ്ഞടിക്കുന്നു. കൊടികളും പോസ്റ്ററുകളും മാനങ്കരയിൽ അങ്ങോളം ഇങ്ങോളം ഉയരണം. ജനജീവിതം സ്തംഭിക്കണം. പോലീസ് ഞെട്ടണം. സർക്കാർ ആടി ഉലയണം.